നിവേദ്യം നിഷേധിച്ചാൽ ധിക്കാരമായിട്ടാണ് കണക്കാക്കുന്നത്. തന്മൂലം മധുരം ഇഷ്ടമല്ലാത്തവരും പ്രമേഹമുള്ളവരുമെല്ലാം ഒരു അല്പമെങ്കിലും പ്രസാദം സ്വീകരിച്ചിരിക്കണം. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും കഴിക്കണം. ഒരു അല്പമെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും കഴിച്ചിരിക്കേണ്ടതാണ്. നിവേദ്യം സ്വീകരിക്കുന്നതിലൂടെ പാപശാന്തിയും അളവറ്റ ഐശ്വര്യവുമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യം ഒരു അല്പമെങ്കിലും കഴിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.